നമസ്കാരം. ഞാൻ ലീല ലാസർ. ഓരോ മനുഷ്യനും പ്രിയപ്പെട്ട സ്വപ്നം വീടാണ്. നിരന്തരമായ താളഭംഗങ്ങളിലൂടെ കടന്നുപോകുന്ന നമ്മുടെ വീടുകൾ ഒത്തിരി ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട്. മനുഷ്യൻ്റെ വിജയപരാജയങ്ങൾക്കൊക്കെ ഒരേ ഒരു മാനദണ്ഡമേ ഉള്ളൂ: കുടുംബത്തിലെ ജയപരാജയങ്ങൾ. ഇതിന് പൊതുവായൊരു ഘടകമുണ്ട്: അവഗണിക്കപ്പെടുന്ന ദൈവസാന്നിധ്യം. ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ വീട്ടിൽ, വ്യക്തിജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് തന്നെയാകണം. ബൈബിൾ കാണുന്നതിനും പഠിക്കുന്നതിനും മുൻപ് എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും വിശ്വസിക്കുവാനും മക്കളെ പഠിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് യേശു പഠിപ്പിച്ചത്. ഒറ്റയ്ക്കോ മുറിയിലിരുന്നോ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴും സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന് ചൊല്ലാറില്ല. നമ്മുടെ തീരുമാനങ്ങളിൽ, നിലപാടുകളിൽ, ബന്ധങ്ങളിൽ, ആവശ്യങ്ങളിൽ ഒപ്പം സ്വർഗസ്ഥനായ പിതാവിനെ എൻ്റെ പിതാവേ എന്ന് വിളിക്കാതെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് അറിവോടെ, അനുഭവത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തക്ക കൂട്ടായ്മയിൽ ഞങ്ങളെ വളർത്തിയ മാതാപിതാക്കളുടെ സ്മരണയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി നമുക്ക് ഉണരാം. ആ പാത പിന്തുടരാം എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കായി ഒരു കൃതജ്ഞതാസ്തോത്രം. ഓർമ്മക്കുറിപ്പ് എന്ന കവിത ചൊല്ലുന്നത് വിനീത അലക്സൻ. ഓർമ്മക്കുറിപ്പ്. ഓർക്കാതിരിക്കുമ്പോൾ ഓർമ്മയിൽ തെളിയുന്ന സ്നേഹക്കുടുംബമാണെൻ്റെ വീട്. മാതാപിതാക്കളെ ഞാനിരുന്നോർക്കുമ്പോൾ നന്ദിയാലുള്ളം നിറഞ്ഞിടുന്നു. വിനയസ്വഭാവിനി എന്നമ്മ എപ്പോഴും ശാന്തപ്രകൃതയാണമ്മയെന്നും. വീട്ടിൽ കുടുംബിനി, അപ്പനോ കൃഷിക്കാരൻ, ദാമ്പത്യബന്ധത്തിൽ വിശ്വസ്തതയും. അപ്പനും അമ്മയ്ക്കും ചാരത്തിരുന്നു ഞാൻ പ്രാർത്ഥനാ മന്ത്രങ്ങൾ സ്വന്തമാക്കി. പാടത്ത് ജോലികൾ ചെയ്യാൻ വരുന്നോരെ സ്വന്തമായി കാണാൻ പഠിപ്പിച്ച താതൻ. ഭക്ഷണവേളയിൽ വിശക്കുന്നോരെ കണ്ടാൽ അവരെയും കൂട്ടണം ഭക്ഷണമേശയിൽ. ചോറും കറികളും ഒട്ടും കളയാതെ ഭക്ഷിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചതമ്മ. അമ്മ വിളമ്പിയ അത്താഴം കഴിഞ്ഞാലും അപ്പൻ തൻ ചാരത്ത് ഞങ്ങൾ നിൽക്കും. ഉരുട്ടിയ ചോറുകൾ അപ്പൻ്റെ കൈകൊണ്ട് മക്കൾ തൻ വായിൽ വച്ചു തരും. സ്വാർത്ഥത മാറ്റി പങ്കുവച്ചിടാനായി ഞങ്ങളെ പഠിപ്പിച്ചു അപ്പനും അമ്മയും. വസ്ത്രങ്ങൾ പഴകിയാൽ പാഴായി പോകാതെ തുന്നിയൊടുക്കുവാൻ ഞങ്ങളും ശീലിച്ചു. കുടുംബത്തിൽ ഐക്യവും ക്രിസ്തീയ മൂല്യവും ഞങ്ങൾക്കായി തന്നത് അപ്പനും അമ്മയും. ദൈവമേ നന്ദി നിറഞ്ഞൊരൻ മാനസം കാണിക്കയായി അർപ്പിക്കട്ടെ ഞങ്ങൾ. ദൈവമേ നന്ദി നിറഞ്ഞൊരൻ മാനസം കാണിക്കയായി അർപ്പിക്കട്ടെ ഞങ്ങൾ. സഫലമീ യാത്ര എന്ന കവിത ചൊല്ലുന്നത് ലെക്സി ബിജു, ലിക്സൻ ലാസർ. സഫലമീ യാത്ര. 90 തികഞ്ഞമ്മ ശാന്തമായി മരണത്തെ പുൽകനീരം തേങ്ങിക്കരയുന്ന മക്കളെ നോക്കി മൂകമായി പറഞ്ഞതെങ്ങനെയോ. കരയണ്ട മക്കളെ, നന്നായി ഓടിയമ്മയ്ക്ക് താതൻ തൻ പക്കലാ ഇനി വിശ്രമം. പ്രിയരെ വിട്ടു പിരിഞ്ഞപ്പോഴും
ലക്ഷ്യത്തിലെത്തിയ മനസ്സിൻ്റെ തേജസ് മുഖത്തു കണ്ടു. മരണത്തെ വരവേറ്റ അത്ഭുതം കണ്ടു ഞാൻ, അമ്മതൻ കാലടി പാടുകൾ താണ്ടി. പിറകോട്ടു പോയി ഞാൻ അമ്മയോടൊപ്പം. വാത്സല്യം നുകരേണ്ട ബാല്യകാലങ്ങളിൽ ക്ലേശകരമാം ജോലിഭാരം. മക്കളിൽ മൂത്തവൾ പഠിക്കുന്ന കാലവും പഠിച്ചതറിയാതെ കൗമാരകാലവും. 16 കഴിഞ്ഞാൽ പറയനും കൊടുക്കണമെന്ന പഴമൊഴി. 17 തികഞ്ഞുവോ എങ്കിലും ഭാര്യയായി നല്ലൊരു കുടുംബിനിയാകാൻ ശ്രമിക്കവേ 18 തികഞ്ഞ നാൾ അമ്മയായി. കരുത്തുറ്റ കരങ്ങളിലാണെന്ന ബോധ്യത്തിൽ ജീവിതയാത്ര തുഴഞ്ഞിടവേ വേനലും വർഷവും മത്സരിച്ചോടി സമ്പാദ്യമായി കിട്ടിയതോ 8 മക്കൾ. പെൺമക്കളാണെങ്കിലും ദുഃഖമില്ല, തന്നതു ദൈവമാണെന്ന ബോധ്യം. കർത്താവും ഭർത്താവും കൂടെയുണ്ടല്ലോ എന്ന ചിന്തയാൽ അമ്മയ്ക്കു ശക്തി കിട്ടി. അപ്പോഴതാ ദൈവം കരുണ കാട്ടി ആൺകുഞ്ഞിനെ നൽകി അവകാശിയായി. അഹങ്കരിച്ചില്ല, ആനന്ദിച്ചില്ല, ഒന്നിനും തെല്ലും സമയമില്ല. കടമകളെല്ലാം ചെയ്തു തീർക്കാൻ ദിവസവും രാപ്പകൽ പണിയെടുത്തു. വിശ്രമമറിയാതെ നാളുകൾ കഴിയവേ കടമകളൊന്നൊന്നായി ഇറക്കി വച്ചു. മനസ്സൊന്നു ശാന്തമായി തുടങ്ങുന്ന നേരം തമ്പുരാനപ്പനെ കൂട്ടിതൻ പക്കലേക്ക്. അപ്പോഴും അമ്മയ്ക്ക് പരാതിയില്ല, ദൈവമറിയാതെ ഒന്നുമില്ല. അപ്പോഴും അമ്മയ്ക്ക് പരാതിയില്ല, ദൈവമറിയാതെ ഒന്നുമില്ല. പിന്നെ പരിശ്രമം മകന്റെ നേട്ടത്തിനായി കണ്ടു ചെറുമക്കളെ ആനന്ദുമലിനെയും. പ്രായമായതിൻ ക്ലേശങ്ങളെ കാര്യമാക്കാതെ പോയ അന്നൊരു നാൾ വികാരിയച്ഛനിൽ നിന്നും പൊന്നാട കിട്ടി. ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ സമ്മാനം ഓർമ്മപ്പെടുത്തി സ്വർഗത്തെ വീടിനെ. സമയം തെല്ലും പിന്നെ കളഞ്ഞില്ല എന്നമ്മ. നല്ല മരണത്തിനായി കാതോർത്തു പ്രാർത്ഥിച്ചു, കണ്ടുമുട്ടുന്നോരോടൊക്കെ യാചിച്ചു. നല്ല മരണത്തിനായി പ്രാർത്ഥിക്കണേ എന്ന്, നല്ല മരണത്തിനായി പ്രാർത്ഥിക്കണേ. മക്കൾ തൻ സാന്നിധ്യം ആഗ്രഹിച്ചപ്പോഴും ദൈവത്തിൻ പക്കലെത്താൻ തിടുക്കം കൂട്ടി. അമ്മയെ അറിഞ്ഞവർക്കും കണ്ടവർ കേട്ടവർക്കും നല്ലതു മാത്രമേ പറയാനുള്ളൂ. അമ്മതൻ ജീവിത താളുകളിൽ പരിഭവമില്ല, പരാതിയില്ല. ഞാനെന്ന ഭാവം ലവലേശമില്ല, കടമകൾ തീർന്നതിൽ തൃപ്തി മാത്രം. എത്ര മനോഹരം അമ്മതൻ ജീവിതം, സന്തുഷ്ടമായതോ മക്കൾ തൻ ജീവിതം. മാർഗദീപമായി ഞങ്ങൾക്കു മുന്നിലായി ദൈവത്തോടൊപ്പം നടന്നിടണേ.
മാർഗദീപമായി ഞങ്ങൾക്കു മുന്നിലായി ദൈവത്തോടൊപ്പം നടന്നിടണേ. അമ്മയ്ക്കായി എന്ന കവിത ചൊല്ലുന്നത് വിനീത ലിക്സൺ. അമ്മയ്ക്കായി. ഭാരം മുദ്ര വച്ചമ്മ തൻ കാൽപ്പാടുകളിൽ എനിക്കായി അലഞ്ഞതിൻ ധൈര്യമുണ്ടായിരുന്നു. ചുക്കിച്ചുളിഞ്ഞ നിൻ കൈവിരൽ കുമ്പിളിൽ എനിക്കായൊരുട്ടിയ അന്നമുണ്ടായിരുന്നു. പാതി ശോഷിച്ച നിൻമിഴിക്കോണിനുള്ളിൽ എനിക്കായി കാത്തൊരു സ്വപ്നമുണ്ടായിരുന്നു. ഒട്ടിമെല്ലിച്ച നിന്നുദരകോശങ്ങളിൽ എന്നെ മെനഞ്ഞതിൻ കാവ്യമുണ്ടായിരുന്നു. സർവം പൊറുക്കും നിൻ മനസ്സെന്ന കോവിലിൽ എനിക്കായി കൊരുത്ത ജപമണികളുണ്ടായിരുന്നു. സർവം പൊറുക്കും നിൻ മനസ്സെന്ന കോവിലിൽ എനിക്കായി കൊരുത്ത ജപമണികളുണ്ടായിരുന്നു.